ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈന്തപ്പന എന്ന മരത്തെ പറ്റിയാണ്. ഈന്തപ്പന എന്ന മരത്തിലുണ്ടാവുന്ന പഴം ഇംഗ്ലീഷിൽ ഡേറ്റ്സ് ആണ്. ലോകത്തിൽ വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. പ്രധാനമായും അറേബ്യൻ രാജ്യങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അറേബ്യൻ രാജ്യങ്ങളിലെ ഒരു പ്രധാന നാണ്യവിളയാണ് ഇത്. ഇന്ത്യയിൽ പ്രധാനമായും ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈന്തപ്പഴം കൃഷി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിലും ഇത് കൃഷി ചെയ്യപ്പെടുന്നു. 500-ലധികം തരം ഈന്തപ്പഴങ്ങൾ ഇന്നുണ്ട്. ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു പഴമാണിത്. കൂടാതെ കാൽസ്യം, സോഡിയം, മാഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ധാരാളം ലവണങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായ മധുരം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ മിതമായി ഉപയോഗിക്കുന്നതാവും നല്ലത്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഈന്തപ്പഴം വളരെ നിയന്ത്രിതമായി ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ദിവസേന 2-3 ഈന്തപ്പഴം കഴിക്കാവുന്നതാണ്. എന്നാൽ ഈന്തപ്പഴം ധാരാളം കഴിക്കുന്നത് ഗുണകരമല്ല. മൂപ്പെത്തിയ ഈന്തപ്പഴം വെള്ളത്തിലിട്ട് പുഴുങ്ങി ദീർഘകാലം സൂക്ഷിക്കുവാൻ പാകത്തിൽ ഉണക്കിയെടുക്കുന്നു. ഇത്തരത്തിൽ ഉണക്കിയെടുത്ത ഈന്തപ്പഴത്തെ കാരക്ക എന്ന് വിളിക്കുന്നു. ശരീരത്തിന് ഊർജ്ജസ്വലതയും ആരോഗ്യവും നൽകുന്ന 10 ഘടകങ്ങൾ കാരക്കയിൽ അടങ്ങിയിട്ടുണ്ട്. കാരക്കയും വെള്ളവും മാത്രം തിന്നുകൊണ്ട് ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരു ഗ്ലാസ് പാലും ഒരു കാരക്കയും മതി ഒരു ദിവസത്തേക്ക്. കാരക്കയിലടങ്ങിയ പ്രോട്ടീൻ, കാൽസ്യം, അമിനോ ആസിഡ്, സൾഫർ, അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മാഗ്നീസ്, കോപ്പർ, മഗ്നീഷ്യം എന്നീ പോഷകങ്ങൾ കൂടാതെ ഫൈബർ, ജീവകം A1, B1, B2, B3, B5, B9 എന്നിവയും ധാരാളമുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ലൈംഗിക ക്ഷീണം, വയറിലെ ക്യാൻസർ എന്നിവയ്ക്ക് കാരക്ക മരുന്നാണ്. മസിലുകൾ വളരാനും സഹായിക്കുന്നു. ഒരു കപ്പ് കാരക്കയിൽ 415 കലോറി ഊർജ്ജവും 95 ഗ്രാം ഷുഗറും 110 ഗ്രാം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴങ്ങളിൽ വിശിഷ്ടമായ ഒരു ഇനമാണ് വിശുദ്ധ ഈന്തപ്പഴം എന്നറിയപ്പെടുന്ന അൽ അജ്വ. അൽ അജ്വ മദീനയിൽ മാത്രമേ കായ്ക്കാറുള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ ഈന്തപ്പനകൾ ഉണ്ടെങ്കിലും വിളവ് ഉണ്ടാകാറില്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കറുപ്പ് നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന ഇവ രുചിയിലും ഗുണത്തിലും മറ്റ് ഈന്തപ്പഴങ്ങളോട് കിടപിടിക്കുന്നവയാണ്. കിലോയ്ക്ക് 2000 രൂപയോളം വിലയുണ്ട്. സ്വാദ് കൂട്ടാൻ അൽ അജ്വയെ കുങ്കുമത്തിലും തേനിലും സൂക്ഷിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.